ലോകത്ത് ആളുകൾ ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനെയാണ്? മരണഭയത്തേക്കാൾ ആളുകൾ ഭയപ്പെടുന്നത് നാലാൾ കൂടുന്നിടത്ത് നാല് വാക്ക് പറയാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഭയം പൊതുവെ ജനങ്ങൾക്കൊക്കെ ഉള്ളതാണ്. നമുക്ക് ഈ ഭയം ഉണ്ടെങ്കിൽ, ഇതിനെ അതിജയിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിനൊന്നും ഒരു പോരായ്മയായിരിക്കും. നിങ്ങൾ ഈ ഭയത്തെ അതിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിനെ നമ്മൾ ഗ്ലോസോഫോബിയ എന്നാണ് പറയുക. ഗ്ലോസോഫോബിയ മറികടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ലളിതമായ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, നിങ്ങൾ ആരെങ്കിലും ഏത് പ്രോഗ്രാമിലേക്കും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷണം സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വീകരിക്കുക. നമ്പർ 2, ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് സദസ്സിലിരിക്കാനാണെങ്കിൽ പൊതുവെ നമ്മൾ സദസ്സിലെപ്പോഴും സ്ഥലം കണ്ടെത്താറുള്ളത് പിന്നിലാണ്. മറിച്ച് ആ സദസ്സിൻ്റെ മുന്നിലിരിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക. സ്വാഭാവികമായിട്ടും സദസ്സിന് മുന്നിലിരിക്കുന്ന ആളുകൾക്കാണ് പിന്നീട് വേദിയിലിരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതും ആ ചടങ്ങിൽ ഒരുപക്ഷെ 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നതും. അതുകൊണ്ട് വേദിയിലല്ല, സദസ്സിൽ മുന്നിലിരിക്കാൻ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുക. അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. 3ാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ വേദിയിലേക്കാണ് ക്ഷണിച്ചതെങ്കിൽ ആ വേദിയിലിരിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ മുന്നിലിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതും സാധ്യമല്ലെങ്കിൽ ആ വേദിയുടെ അറ്റ്ലീസ്റ്റ് പിന്നിലിരിക്കാൻ ശ്രമിക്കുക. ആ വേദിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 വാക്ക് സംസാരിക്കാൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മവിശ്വാസം കുറച്ചു കൂടും. അതുവഴി മറ്റൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണം കിട്ടുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഒരു സന്തോഷം, ആഹ്ലാദം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഗ്ലോസോഫോബിയ മറികടക്കാൻ, പ്രസംഗ ഭയത്തെ മറികടക്കാൻ ഇതല്ലാതെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ഇനി ഇതിനും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഒരു പരിശീലനത്തിന് തയ്യാറാവുക. തീർച്ചയായിട്ടും നല്ല പരിശീലനത്തിന് നിങ്ങൾ ആത്മവിശ്വാസമുള്ള പ്രഭാഷകനാക്കി മാറ്റാൻ സാധിക്കും.